ഈ ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഹാരിസ് സാഹിബ് അവർകളെ, സ്വാഗതം പറഞ്ഞ സുഹൈൽ കല്ലായി, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ടി കെ അഷ്റഫ് അവർകളെ, റഷീദ് കൊടക്കാട്, അതുപോലെ തന്നെ രാജീവ് ശങ്കരൻ, ശ്രീ മഹേഷ് കുമാർ, സുഫിയാൻ അബ്ദുസലാം, ടി കെ നിഷാദ് സലഫി, ഡോക്ടർ ഷഹബാസ്, അഷ്കർ ഇബ്രാഹിം, ഫൈസൽ തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരുന്ന പ്രദർശനത്തിൻ്റെയും അതുപോലെ തന്നെ സന്ധ്യാനേരത്തുള്ള കാലിക പ്രസക്തമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നാളെ വലിയ പങ്കാളിത്തത്തോടുകൂടി ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിദ്യാർത്ഥി സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ആ സമ്മേളനത്തിന് ഞാൻ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം മാധ്യമധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വെറുപ്പിൻ്റെ കാലത്തെ മാധ്യമധർമ്മം എന്നാണ് ഈ ചർച്ചയുടെ ക്യാപ്ഷനായി വച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ജനാധിപത്യ ക്രമത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. മാധ്യമങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ജനാധിപത്യം സക്രിയമാകുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. മാധ്യമ സ്വാതന്ത്ര്യമില്ലാതെ ജനാധിപത്യമില്ല. മാധ്യമങ്ങളുടെ പങ്കാളിത്തമില്ലാതെ, യഥാവിധിയുള്ള ഇടപെടലില്ലാതെ ഒരു ജനാധിപത്യവും പൂർത്തീകരിക്കപ്പെടുകയില്ല. ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം, പാർലമെൻറ്റുകളും നിയമസഭകളും അതാണതിൻ്റെ ലെജിസ്ലേഷൻ നിർവഹിക്കുന്ന, നിയമനിർമ്മാണം നടത്തുന്ന, സമൂഹത്തിനാവശ്യമായ നിയമവും ക്രമീകരണങ്ങളുമൊക്കെ ഏർപ്പെടുത്തുന്നത് ഈ പറഞ്ഞ നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളെ നാട്ടിൽ നടപ്പാക്കുന്നത്, സർക്കാരിൻ്റെ ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങളെ നടപ്പാക്കുന്നത് നാട്ടിലെ ഉദ്യോഗസ്ഥരാണ്. എക്സിക്യൂട്ടീവ് എന്ന് നമ്മളവരെ വിളിക്കും. വില്ലേജ് ഓഫീസിലെ പ്യൂണ് തൊട്ട് ചീഫ് സെക്രട്ടറി വരെ, അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വരെയുള്ള ഉന്നത തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരാണ് വിവിധ തലങ്ങളിലായി ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. അതിനെ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. ഈ പറഞ്ഞ സംഗതികളെല്ലാം നിയമവിധേയമാണോ, അത് ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി. നമ്മുടെ താഴെ തട്ടിലുള്ള കോടതികൾ തൊട്ട് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെയുള്ള കോടതികൾ. അപ്പോൾ ഈ 3 പില്ലറുകൾ ഇല്ലാതെ ജനാധിപത്യമില്ല. ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും. അപ്പോൾ ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ്. പാർലമെൻറ്റിന് അല്ലെങ്കിൽ നിയമസഭകൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും എങ്ങനെയും നിയമം നിർമ്മിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു. പാർലമെൻറ്റിൽ പ്രതിപക്ഷം നിശിതമായി അതിനെ എതിർത്തു. അത് വഖഫ് അന്യാധീനപ്പെടുത്താനാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണ്. ഇതൊക്കെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടും
അത് കേൾക്കാൻ ആളുണ്ടായില്ല. അതിനെ മറികടന്നുകൊണ്ട് തീരുമാനമെടുത്തു, ബില്ല് പാസ്സാക്കി. പിന്നീട് എതിർത്തവർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഭരണഘടനാ വിരുദ്ധമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം. ഇപ്പോൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം അത് ഭരണഘടനാ വിരുദ്ധവും അതുകൊണ്ട് അസാധുവുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇന്ന വകുപ്പുകൾ നടപ്പാക്കാൻ പാടില്ല, പുതിയ ഒരാളെയും ഈ വിഷയത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഒരു വഖഫ് സ്വത്തും ഇനി അതല്ല എന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല, ഈ കേസ് തീരുന്നത് വരെ എന്ന് സുപ്രീം കോടതി പറഞ്ഞത് സമീപകാലത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ 3 പില്ലറുകൾ തമ്മിലുള്ള ബന്ധമാണത്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധമാണ് ഇത്. അതിൻ്റെ അധികാരപരിധിയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ 4ാമത്തെ ഒരു തൂണുണ്ട്. അത് ഭരണഘടനയിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4th എസ്റ്റേറ്റ് 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ അവരുടെ ധർമ്മവും നിർവഹിക്കണം. എന്താണ് മാധ്യമധർമ്മം? സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, നേരിന് വേണ്ടി ശബ്ദിക്കുക, നന്മക്ക് വേണ്ടി നിലകൊള്ളുക. അതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. ശരിയായ വാർത്തകൾ, ശരിയായ വിശകലനങ്ങൾ, അത് രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായി രാജ്യ താൽപ്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് നാട്ടിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്ന വിധത്തിൽ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെറ്റായ സംഗതികൾ പറയുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ പ്രസ് കൗൺസിൽ, നമ്മുടെ രാജ്യത്തെ മാധ്യമ സംവിധാനങ്ങൾ വളരെ ശ്രദ്ധേയമായി ലോകത്തിന് തന്നെ വലിയ മാതൃകകൾ നൽകിയ മാധ്യമ ധർമ്മങ്ങൾ നിർവഹിച്ച, പത്രധർമ്മം നിർവഹിച്ച ഒരു നാടാണ് ഇന്ത്യ. പല ഘട്ടങ്ങളിലും നിർഭയത്വത്തോടുകൂടി ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാധ്യമ രീതിയിലും ശൈലിയിലൊക്കെ പിന്നീട് മാറ്റങ്ങളും വന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വരെ ശക്തിപ്പെടുത്താൻ, അത്തരം ആവശ്യങ്ങൾക്ക് ശക്തി പകരാൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. പിന്നീട് മാധ്യമങ്ങൾക്കും രൂപഭാവം വന്നു. പഴയ കാലത്ത് അച്ചു നിരത്തിയുണ്ടായിരുന്ന പത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലെ മാധ്യമം. എന്നാൽ ഇന്ന് അത് പ്രിൻ്റ് മീഡിയ തന്നെ വളരെ വർണ്ണശഫലിമയാർന്ന പ്രിൻ്റ് പത്രങ്ങളായി. കണ്ടാൽ വളരെ മനോഹരമാണ് ഇന്നത്തെ പത്രങ്ങൾ. പേജുകളുടെ എണ്ണം കൂടി, ധാരാളം പത്രങ്ങൾ വന്നു. അതിൻ്റെ പുറമെ വിഷ്വൽ മീഡിയകൾ സജീവമായി. 3.5 കോടി മലയാളികൾക്ക് 30ഓളം മലയാള ചാനലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകളിലും ഉണ്ട്. ദേശീയ ചാനലുകളുണ്ട്, ഇൻ്റർനാഷണൽ ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങളുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ പോലെയുള്ള ഔദ്യോഗിക മാധ്യമ സംവിധാനങ്ങളുണ്ടായിരുന്നു. അത് ടെലിവിഷൻ രംഗത്തേക്കും അത്തരം സംഗതികൾ വന്നു. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ മാറി. ഇതൊക്കെ മാറിയാലും മാധ്യമധർമ്മം, മാധ്യമ നൈതികത എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വാർത്തകൾ സത്യസന്ധമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക, പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ രംഗത്തും, എല്ലാ രംഗത്തെയും എന്ന പോലെ ആ രംഗത്തും ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ തന്നെ ഒരു പരിഷ്കാരം വന്നു. പെയ്ഡ് ന്യൂസുകൾ കൊടുക്കുന്നത്, അതായത് പൈസ കൊടുത്ത് വാർത്ത ഉണ്ടാക്കുന്നത്, പെയ്ഡ് ന്യൂസുകൾ കൊടുക്കുന്നത് ഒരു ഇലക്ടറൽ ഒഫൻസാണ്, ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ചില ആളുകൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചില പാർട്ടികൾക്ക് വേണ്ടി ചില പത്രങ്ങൾ, ചില ചാനലുകൾ, മാധ്യമങ്ങൾ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന വാർത്തകൾ, അതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയും. അതുപോലെ തന്നെ മാധ്യമരംഗത്ത് നമുക്കറിയാം നീരാ റാഡിയയുടെ ടാപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ മാധ്യമരംഗത്തേക്കും കടന്നു വന്നു. അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ മാധ്യമ ലോകത്തേക്കും കടന്നു വന്നു. അത് മാധ്യമ നൈതികതക്കും മാധ്യമധർമ്മങ്ങൾക്കും എതിരാണ്. അതുപോലെ തന്നെ കുറേ ഇൻക്വിസിറ്റീവ് ജേർണലിസം, ഇപ്പോൾ ഈ കാലത്ത് ചാനലുകളിലെല്ലാം വളരെ
സുതാര്യമായ ഒരു കാലഘട്ടമാണ്. ആർക്കും ഒന്നും പറഞ്ഞില്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല, നടന്ന സംഭവങ്ങൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൊണ്ടുണ്ടായ മാറ്റമാണ്. ഈ വാർത്താമാധ്യമങ്ങൾക്ക് പുറമെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് അവരാണെങ്കിൽ ഓൺലൈൻ ചാനലുകൾ, ഓൺലൈൻ ന്യൂസുകൾ, പിന്നെ ഫേസ്ബുക്കും യൂട്യൂബും പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, അതും ഇന്ന് മാധ്യമങ്ങളുടെ ഒരു ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പം ഇതൊരു വളരെ വൈഡായ ഏരിയയാണ്, വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പേര് വായിച്ച ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ സുഫിയാൻ അബ്ദുസലാം അടക്കം, അദ്ദേഹം ഇപ്പോൾ കയറി വന്നു, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരതിൻ്റെ വിവിധ വശങ്ങൾ ചൂണ്ടിക്കാണിക്കും. പൊതുവിലായി നമുക്ക് പറയാനുള്ളത്, എല്ലാ രംഗത്തും മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മാധ്യമങ്ങൾ അവരുടെ നൈതികത മറന്നാൽ, മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടന്നാൽ അത് സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് അവർ കാണേണ്ടതുണ്ട്. മാധ്യമരംഗം വളരെ നിഷ്പക്ഷമായും സത്യസന്ധമായും എത്തിക്സോടുകൂടിയും ചെയ്യേണ്ട ഒന്നാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമുക്കിഷ്ടപ്പെട്ടവരുടെ ചെയ്തികളെ നമ്മൾ ന്യായീകരിക്കുകയും നമുക്കിഷ്ടപ്പെടാത്തവനെ നിരന്തരം കല്ലെറിയുകയും ചെയ്യുന്ന രീതി ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് ഭൂഷണമല്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്കറിയാം, രാജ്യം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു യുദ്ധത്തിൻ്റെ വക്കത്തായിരുന്നു. ഇന്നിപ്പോൾ ആശ്വാസകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് ഇന്ത്യ പാക് തർക്കത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറെ ആശ്വാസമുണ്ട്. കാരണം യുദ്ധത്തിലൊരു കക്ഷി നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിനൊരു പോറലും ഏൽക്കാതെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് യാതൊരുവിധ ക്ഷതവും ഏൽക്കാതെ നമ്മൾ എന്നും തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം. പക്ഷേ യുദ്ധം കടുക്കുമ്പോൾ, യുദ്ധം കൂടുമ്പോൾ അത് ലോകത്തെന്നും നാശങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വറുതികളും മാത്രമാണ് യുദ്ധം സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം തുടങ്ങിയ ദിവസം തൊട്ട് അതിശക്തമായ മറുപടി നമ്മുടെ രാജ്യം നൽകണം. അനാവശ്യമായി തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തോട് വലിയ നീതികേടാണ് തീവ്രവാദികളും അവരെ സഹായിച്ച പാകിസ്ഥാനും ഒക്കെ ചെയ്തത്. അതിന് നമ്മൾ മറുപടി കൊടുത്തു. പക്ഷേ ഒരു വലിയ യുദ്ധത്തിലേക്ക് രാജ്യം പോകുമ്പോൾ അത് നമുക്കൊക്കെ ആശങ്കയായിരുന്നു. ഏതായാലും ഇന്ന് ആ ആശങ്ക ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, കഴിഞ്ഞ കുറേ നാളുകളായി, 1.5 പതിറ്റാണ്ട് കാലമായി നമ്മുടെ രാജ്യത്ത് ഹെയ്റ്റ് പോളിറ്റിക്സ്, ആളുകൾ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്ന ശ്രമങ്ങൾ വളരെ ബോധപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ആളിക്കത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി, ഞാനത് പറയുമ്പോൾ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം, അത് തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എതിരായി അതിശക്തമായി പോരാടിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പത്രമാരണ നിയമം എന്നൊക്കെ പറഞ്ഞ് അന്ന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. അക്കാലത്തും പത്രങ്ങൾ, ഇന്ത്യൻ പത്രങ്ങൾ, അന്ന് ചാനലുകളില്ല, ഇന്ത്യൻ പത്രങ്ങൾ വളരെ ശ്രദ്ധേയമായി പല പത്രപ്രവർത്തകന്മാരും വലിയ പീഡനങ്ങളും യാതനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ സംഘപരിവാർ അധിനിവേശം തങ്ങളുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പോരാടിയ സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകന്മാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ ഇവരുടെ കള്ളക്കളികളെ, രാജ്യത്തവർ നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തെ, അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ ഒക്കെ തുറന്നെഴുതിയിട്ടുണ്ട്. പലരും തിക്താനുഭവങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ,
അത്തരം സംഗതികൾക്ക് കുഴലൂതുന്ന, അവർക്ക് ഒപ്പം നിൽക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് പ്രചാരണം നൽകുന്ന മാധ്യമങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അത് പത്രങ്ങളാവട്ടെ ചാനലുകളാവട്ടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പത്രങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പാർട്ടികളുടെ പത്രങ്ങളെക്കുറിച്ച് പറയും അത് രാഷ്ട്രീയ പത്രങ്ങളാണെന്ന്. അതിന് മാത്രമാണോ രാഷ്ട്രീയമുള്ളത്? എല്ലാ പത്രങ്ങൾക്കും എല്ലാ ചാനലുകൾക്കും തങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷെ എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ അതിൽ സത്യസന്ധതയും നൈതികതയും നിഷ്പക്ഷതയും മൂല്യബോധവും ഉണ്ടാകുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അത് തകരുമ്പോൾ അവർ ചെയ്യുന്നത് വളരെ വലിയൊരു പാതകമാണ്. മൂല്യബോധം വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഇത്തരം വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ശക്തികളുടെ കയ്യിലെ ചട്ടുകമാകാൻ പാടില്ല. നാട്ടിൽ സമാധാനവും രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ ഐക്യവും ഭദ്രതയും ഒക്കെ ആയിരിക്കണം പത്രമാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ എതിർക്കുന്നവരെ പലരെയും ഇല്ലാതെയാക്കാൻ ചില ചാനലുകൾ നിരോധിച്ചത് ഒക്കെ, മലയാള ചാനൽ വരെ എതിർത്തപ്പം നിരോധിച്ചത്, നിഷ്പക്ഷമായ വാർത്തകൾ കൊടുത്തപ്പോൾ അവർക്ക് പീഡനമുണ്ടായത്, പത്രങ്ങൾക്ക് പ്രയാസമുണ്ടായത് ഒക്കെയുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുന്നില്ല. അതിന് ഈ പാനൽ ചർച്ചയിൽ വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായത് വളരെ നന്നായി. ഇത് സമൂഹത്തിൽ എന്നും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ വേറൊരു സംഗതി കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ ചാനൽ, ഈ വാർത്താ സംവിധാനങ്ങൾ, ലോക്കൽ ചാനലുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ ഒക്കെ ആയിട്ട് ഓരോരുത്തർ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സംഗതി ഇതാണ്: തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും വിരോധവും സ്നേഹവും ഒന്നും പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയായി ഇത് മാറാൻ പാടില്ല. അങ്ങനെയുള്ളവർ ചെയ്യുന്നത് സമൂഹത്തോട് വളരെ വലിയ പാതകമാണ്. പിന്നെ എന്തെല്ലാം നുണകളുടെ പെരുമഴകളാണ് ഓരോ സംഗതികളിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു. വാർത്തകളുടെ, അതുപോലെ തന്നെ പ്രചരണങ്ങളുടെ ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. കാരണം അത്രയേറെ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതായിരുന്നാലും ഇന്ത്യ ഐക്യപ്പെട്ട് നിൽക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ മതജനവിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തേണ്ടതാണ്. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ ആയിരിക്കണം രാജ്യത്തെ മാധ്യമങ്ങളുടെ പ്രഥമ കർത്തവ്യം. ബാക്കി എന്ത് പ്രലോഭനങ്ങളും അതിന് താഴെ വരാവൂ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായ മാധ്യമധർമ്മത്തെ സംബന്ധിച്ച ഈ ചർച്ചയ്ക്ക് ഇവിടെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.